പൊന്നു മക്കളെ, ഇത് നമുക്ക് കിട്ടാതിരുന്ന് കിട്ടിയ വെള്ളമാണ്. ഇത് വേസ്റ്റാക്കി കളയാൻ ഉപയോഗിക്കൂ. കാക്ക വേഗം പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഇന്നും ട്രിപ്പ് കട്ടാകും. ശരി കുട്ടികളെ, ഞാനിതാ പോകുന്നു. കഴിഞ്ഞു മോളെ, പോകുക. മനുഷ്യ, നിങ്ങൾ ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈ പുട്ടെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. ഭക്ഷണം പോലും കഴിക്കാതെ എന്തിനാ കഷ്ടപ്പെടുന്നത്? എടി, റേഷൻ കടയിലും ഹോസ്പിറ്റലിലും സൗജന്യം പോലും കിട്ടാതെ APL കാർഡുമായി ഈ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-11 വർഷമായി. ഇനിയും നമ്മൾ സർക്കാരിന്റെ ധനസഹായം കാത്തുനിന്നാൽ മോൾ വരച്ചു വെച്ച് ആ ഓലപ്പുരയെങ്കിലും നമുക്ക് തീർത്തു കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരും. ശരിയാണ്, ഞാൻ ഇനി ഒരു സർക്കാരിന്റെയോ രാഷ്ട്രീയക്കാരന്റെയോ പിറകെ പോകുന്നില്ല. പക്ഷേ ഇക്ക എന്നെ കൂടി എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ അനുവദിക്കണം. അത് പറ്റില്ല ആദരാബി. അതെന്താ പറ്റാത്തത്? ഇക്കാക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ എന്നെപ്പോലെ നീയും കൂടി ഒരു പണിക്കിറങ്ങിയാൽ ആ പുരയുടെ വലിപ്പം കൂടും. ഒടുവിൽ ഞാനൊരു കാവൽക്കാരനായി മാറും. സർദാർജി, 2 മിനിറ്റ് ലേറ്റ് ആയപ്പോഴേക്ക് തൻ്റെ ഇന്നത്തെയും ട്രിപ്പ് പോയല്ലോ. വീട് പട്ടിണിയാവുള്ളൂ. ഒരു ഉത്തരവാദിത്വം ഇല്ലേ തനിക്ക്? എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. ശരിയാകുമ്പോഴോ? മേഡം, ടാക്സി വേണോ? നോ, വേണ്ട. മാഡം, ടാക്സി വേണോ? ടാക്സി. നോ 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 നോ. ടാക്സി വേണോ? ടാക്സി. മലയാളി മാതാമല്ലോ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഹൗസ്. എന്റെ ചെറുപ്രായത്തിൽ എന്റെ പപ്പയുടെയും അമ്മയുടെയും കയ്യിൽ വരച്ചു കൊടുത്ത അതേ മാതൃകയിലുള്ള ചിത്രം. മേഡം എന്തായി പറയുന്നത്? ഇതെന്റെ മകൾ വരച്ച ചിത്രമാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, കൺഗ്രാസ്, സമ്മതിച്ചു. പക്ഷേ ഇതെന്റെ ചെറുപ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഭവനമാണ് ഈ വീട്. ഈ ചിത്രകാരിക്ക് ഞാൻ എന്ത് കൊടുത്താലും മതിയാവില്ല. ഹേ മാൻ, നിങ്ങളുടെ പേരെന്താണ്? സർദാർ, ഇവിടുത്തെ ടാക്സി ഡ്രൈവറാണ്. ആണോ? രക്ഷപ്പെട്ടു. നിങ്ങളുടെ ആവശ്യം എനിക്കുണ്ട്. പറ്റില്ല മേഡം, ഞാനിന്ന് ഓടുവാൻ ഇവർ അനുവദിക്കില്ല. അതെന്താ? ഞാനിന്ന് 2 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ഇവരെന്നെ കട്ടാക്കി. അത്രയ്ക്ക് കൃത്യനിഷ്ഠമാണോ നിങ്ങളുടെ നിയമം? അതെ മേഡം. ഇറ്റ്സ് ഓൾ റൈറ്റ്, ആയിക്കോട്ടെ. അവർ അവരുടേതായ കൃത്യനിഷ്ഠ പാലിച്ചോട്ടെ. ഇവിടെ യാത്രക്കാരുടെ ഇഷ്ടത്തിനാണ് വണ്ടി വിടുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ വണ്ടി മതി. മേഡം കൗണ്ടറിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം കിട്ടും. നോ നോ നോ, എനിക്ക് സ്വപ്നഭവനം പതിച്ച നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പോണം. നിങ്ങൾ വിഷമിക്കേണ്ട, നോ പ്രോബ്ലം. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. എന്താടോ വണ്ടി നിർത്തിയത്? അല്ല മേഡം, എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞതല്ല, എന്നെ കരയിപ്പിച്ചതാ. എന്റെ റബ്ബേ, ഒരു മലയാളി മാതാമയുടെ കണ്ണുനീര് ആദ്യമായിട്ടാ കാണുന്നത്. എടോ, ഞാൻ മദാമയും സായിപ്പത്തി ഒന്നും അല്ല. എന്റെ പേര് ഡെയ്സി, കോട്ടയം സ്വദേശി. ആണോ? പക്ഷേ മേഡത്തിനെ കണ്ടാൽ മദാമയെന്നേ പറയൂ. അതെന്റെ തൊഴിലിന്റെ ഭാഗമാ. പക്ഷേ ഈ ചിത്രം എന്റെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. മേഡത്തിന് അത്രയും ഇഷ്ടമാണോ ഈ കുടിലിന്റെ ചിത്രം? എടോ, താനിതൊരു ചെറിയ കുടിലാണെന്ന് പറഞ്ഞ് നിസ്സാരമാക്കിയാൽ ഒടുവിൽ എന്റെ പപ്പയെയും അമ്മയെയും പോലെ വെള്ളം പോലും കിട്ടാതെ വല്ല ഉയരം കൂടിയ ഫ്ലാറ്റിനടിയിലും പെട്ട് മരിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ശരിയാ മേഡം പറഞ്ഞത്. കുടിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് നിലം പതിച്ചാലും ബന്ധുക്കളെ കാണാനും വെള്ളം കുടിച്ച് മരിക്കുവാനുമെങ്കിലുള്ള സമയം കിട്ടും. സമ്മതിച്ചോ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല മേഡം, അത് ശരി തന്നെയാണ്. ശരി, എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സംഭാവന സ്വീകരിക്കണം. മേഡം, അതിന് ഞാൻ വിദ്യയൊന്നും കാട്ടിയിട്ടില്ലല്ലോ. വിദ്യ നിങ്ങൾ കാട്ടിയിട്ടില്ല, പക്ഷേ നിങ്ങളുടെ മകൾ വരച്ച ചിത്രം എന്റെ ഹൃദയമാണ് കവർന്നത്. അതുകൊണ്ട്
ആ മകളുടെ ഭാവനയ്ക്ക് കിട്ടുന്ന സമ്മാനമായി ഇത് സ്വീകരിക്കണം. യാ റബ്ബേ, ഇതൊരു കുടുക്കാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം നിങ്ങൾ എന്റെ പുലർക്കാല സ്വപ്നമാണ്. സഫലമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഉപേക്ഷിക്കരുത്. ഈ ഭവനം പൂർത്തിയായിട്ട് എന്നെ വിളിക്കണം. ഞാൻ ദീപം തെളിയിക്കാൻ വരാം. ദയവായി ഇത് വാങ്ങണം. ഹലോ ഹലോ യാ റബ്ബേ, ഇതൊരു കുടുക്കാകല്ലേ. ഇത് കണ്ടോണ്ടിരിക്കുക, പോയി കളിക്കടാ. ഇതെന്ത് കളിയാ പിന്നെ പീഡനം പറയും. ആ ചെറുപ്പകാലമല്ലേ. അല്ല മോളെ വീട് എവിടെയാണ്? പിറകെ വാ, പറഞ്ഞു തരാം. റബ്ബേ, കാലം പോയൊരു പോക്കേ. എന്താ ചെയ്യാ? ഇത് ബോസാണ്. യെസ് ബോസ്, പറയൂ. ഞങ്ങൾ ബോസിന്റെ ഫ്ലാറ്റിന് മുന്നിൽ തന്നെയുണ്ട്. ഡേസി ഇതുവരെയും എത്തിയിട്ടില്ല. അത് പറയാനാ നാസറ ഞാനിപ്പോൾ വിളിച്ചത്. വെരി സീരിയസ് മാറ്റർ. പ്ലീസ് ടെൽ മീ. പറയൂ ബോസ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലേഡിയ ബാഗുമായി ഫ്ലാറ്റിൽ എത്താൻ പാടില്ല. എത്തിയാൽ വെരി ഡേഞ്ചർ മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ബാഗ് വാങ്ങണ്ടേ? വേണം. അത് വഴിക്ക് വെച്ച് ഹാൻഡ് ഓവർ ചെയ്യണം. ശേഷം ഡേസിക്ക് ഒരു വിഷമം ഉണ്ടാക്കാതെ മറ്റൊരു വഴി കാണും. നാസറിന് ബോർഡ് മനസ്സിലായി കാണുമല്ലോ. യെസ് ബോസ്, മനസ്സിലായി. എന്നാലും ഇത് ഇത്ര പെട്ടെന്ന് വേണോ? വേണം, അല്ലെങ്കിൽ നാം എല്ലാവരും കുടുക്കിൽപ്പെടും. നാസർക്ക, എന്താ ഓർഡർ? എന്തു പറയാനാ? ഡേസിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കും അല്ലേ നാസർക്ക? അല്ലെങ്കിലും കള്ളക്കടത്തും തീവ്രവാദവും ശീലിച്ചവർ ആരെങ്കിലും ആയുസ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഹലോ വെള്ളായി സഖാവേ, ക്ഷമിക്കണം. നിങ്ങൾ ഏൽപ്പിച്ച വർക്ക് ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല. അതെന്താ ഈ അവസാന ഘട്ടത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞത്? കൊട്ടേഷൻ ഞാൻ നേരത്തെ ഏൽപ്പിച്ചിരുന്നതല്ലേ? ശരിയാണ്, പക്ഷേ ഞങ്ങൾ അഡ്വാൻസ് ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. ഓഹോ, എങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് 10 lakhs rupees നിങ്ങളുടെ സൈറ്റിലെത്തും. ഒരു കാരണവശാലും നാളത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പാടില്ല. ശേഷം വീഴുന്ന ഓരോ തലയ്ക്കും 50,000 രൂപ വേറെ. അപ്പോൾ 100 തലക്ക് 50 ലക്ഷം രൂപ. ഓക്കെ മൈ ബോയ്സ്, ഞാനല്ല പ്രോമിസ് ചെയ്യുന്നത്. എണ്ണം കൂടിയാൽ എമൗണ്ടും കൂടും. പിന്നെ നമ്മുടെ ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കണം. പഴയതുപോലെ വെട്ടും കുത്തൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഈ കലാപം സൃഷ്ടിക്കുക? അതിന് നിങ്ങളുടെ ഇലക്ഷൻ പരിധിക്കുള്ളിൽ 2 or 3 തിരി കൊടുക്കും. ആ തീയാളിപ്പടരും. അങ്ങനെ തലകൾ കൊഴിഞ്ഞു വീഴും. അങ്ങനെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കൊടും കലാപത്തിൽ കരിപുരളും. ഒടുവിൽ സാറ് തന്നെ തലയെണ്ണി തുക തന്നാൽ മതി. ഓക്കെ ഫൈൻ. ഓക്കെ ബോസ്, വേഗം വണ്ടി എടുക്കടാ. ഡേസിയെ പിക്ക് ചെയ്യണം. എടാ ചങ്ങാതി, രാത്രി ഞാൻ നിന്നോട് ഫോണിൽ സംസാരിച്ച് എൻ്റെ ഫോണിലെ പൈസ എല്ലാം തീർന്നു. അതെന്തായാലും നന്നായി. അതെന്താടാ അങ്ങനെ? അല്ല, അർദ്ധരാത്രി വിളിച്ചിട്ട് തന്റെ കാട് കയറി കിടക്കുന്ന തുണ്ടുഭൂമിയിൽ എത്രയും പെട്ടെന്ന് ഒരു പുരപണിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ താനൊരു 10 മണിക്ക് ഇങ്ങോട്ട് വരൂ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭാവന ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ഈ പത്രം ഒന്ന് നോക്കട്ടെ. എടി, ആ പത്രം ഞാൻ നോക്കിയിട്ടില്ല. ഈ പത്രം എനിക്ക് തിന്നാനൊന്നുമല്ല. എനിക്ക് ആ ഗോവിന്ദസ്വാമിയുടെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നിന്റെ ഭർത്താവിന്റെ കാര്യം പുള്ളിക്കല സൈനബാബെന്ന് നോക്കുമോ? ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യന്റെ ഒരു പൂതി. ആ റബ്ബേ, ഇത് നമ്മുടെ എയർപോർട്ടിൽ നടന്ന സംഭവമാണല്ലോ.
മയക്കുമരുന്നും സ്വർണവും കള്ളക്കടത്തുകാരിയായ ഡെയ്സി എന്ന യുവതിയുടെ മൃതദേഹം കാപ്പാട് ബീച്ചിൽ. ഇവർ സഞ്ചരിച്ച എയർപോർട്ട് ടാക്സി ഡ്രൈവറിൽ നിന്നും അന്വേഷണം തുടരുന്നു. യാ റബ്ബേ, ആ കുരുക്കിൽപ്പെട്ട ഡ്രൈവറുടെ കഥ പോലീസുകാര് തീർക്കുമല്ലോ. ശരിക്കും കൊലയാളി ഈ ഗോവിന്ദസ്വാമിയെപ്പോലെ വല്ലവരും ആയിരിക്കും. ഈ റിപ്പോർട്ട് ഞാൻ ഇക്കയൊന്ന് കാണിക്കട്ടെ. റബ്ബേ, ഈ ഡെയ്സി കള്ളക്കടത്തുകാരിയായിരുന്നു. പാടുമോളെ. മോള് പാട്. പാടുമോളെ. रफ्ता रफ्ता मेरी റബ്ബേ, പാടുമോളെ. रफ्ता रफ्ता റബ്ബേ, ഞാനിനി എന്റെ മോളുടെ സ്വപ്നഭവനം എങ്ങനെ നിർമ്മിക്കും? പറ്റി